നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നലെ ഉറങ്ങാതെ പൂജാമുറി ധ്യാനത്തിലിരിക്കണമെന്നല്ലേ നിന്നോട് പറഞ്ഞു ഏൽപ്പിച്ചത്? എന്നിട്ട് പൂജാമുറിയിൽ കുറെ നേരം ഇരുന്നപ്പോ എനിക്ക് നടുവേദനിക്കുന്ന പോലെ തോന്നി. ഒന്ന് നടന്നിട്ട് തിരിച്ചു ചെന്നിരിക്കാന്ന് കരുതിയതാ. ഇവിടെ ഇരുന്നപ്പോ കർമ്മങ്ങൾ മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ. എന്നിട്ട് അതിങ്ങനെ ആക്കി കളഞ്ഞല്ലോ. സോറി മുത്തശ്ശി, ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടല്ലേ. പൂജാരി വരുമ്പോ ഇതിനു വേണ്ടി കഠിന വ്രതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചറിയാം. വേണങ്ങല്ലേ മുത്തശ്ശി? സൂര്യോദയത്തിന് മുമ്പായി സൂര്യ നമസ്കാരം ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ട്. കുളിച്ചീറനായിട്ട് വന്നിട്ട് വേണോ അത് ചെയ്യാൻ. ഇനിയെന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാം. ഞാനിപ്പൊ കുളിച്ചിട്ട് വരാം. ഈ നാശം പിടിച്ച തള്ളയ്ക്ക് ഉറക്കമില്ലല്ലോ. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോ ചടങ്ങ് നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുവോ? എങ്ങനെയെങ്കിലും ഇത് തീർക്കാതെ പറ്റില്ലല്ലോ. ഞാനിതൊക്കെ എന്തിനാ ചെയ്യുന്ന? ഇവിടെ ഉള്ളവർക്ക് ആയുസും ആരോഗ്യം കിട്ടിയിട്ട് എനിക്ക് എന്തിനാ? ഓരോ വേഷം കിട്ടലുകള്. രാത്രി മുഴുവനും പട്ടിണിയും വിവരം വെളുത്ത നനഞ്ഞു ഒട്ടി നിന്ന് പ്രാർത്ഥനയും. ഇവള് നല്ല മനസ്സോടെ കർമ്മം അനുഷ്ഠിക്കില്ല. ഇവളുടെ പ്രാർത്ഥന കൊണ്ട് വരുണിന് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ കുടുംബം നശിക്കണമെന്നാ അവളുടെ മനസ്സിൽ. വരുൺ താലി കെട്ടിയ പെണ്ണ് തന്നെ കർമ്മം ചെയ്യണം. അവളത് കൃത്യമായി ചെയ്യുന്നുണ്ട്. രാധികയുടെ പ്രാർത്ഥന എന്റെ മോനോടൊപ്പം ഉണ്ട്. അവനൊന്നും സംഭവിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.